ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ. രാവിലത്തെ അലാറം കേട്ടുകൊണ്ട് തന്നെ ചാടി എണീറ്റിട്ടുണ്ട്. സാധാരണ അലാറം കേട്ട് കഴിഞ്ഞാൽ ഞാനത് കട്ടാക്കി വെച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങാറാണ് പതിവ്. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ ചാടി എണീറ്റ് നേരെ ജിമ്മിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. തലേദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ടോ, മൊത്തത്തിൽ അവിടെ നനഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് വണ്ടിയിൽ പെട്രോൾ കുറവാന്നുള്ള കാര്യം മനസ്സിലാക്കി നേരെ പെട്രോൾ പമ്പിലേക്ക് കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് കാരണം ബാഗൊക്കെ അവിടുത്തെ ഷെൽഫിൽ ഇരിക്കാതെ കുറേയൊക്കെ താഴേക്ക് ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെ ഒരു 1.5 മണിക്കൂറത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടെത്തണം കേട്ടോ. കാരണം എനിക്കിനി അമ്പലത്തിലും കൂടി പോകാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ട് നേരത്തെ വീട് തിരിച്ചെത്തി. സാധാരണ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കാറുണ്ട്. പക്ഷേ ഇന്ന് അമ്പലം ഒന്നും അടച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ആയിരുന്നല്ല. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചതാണ്ട് നമുക്കൊരു പ്രസാദം കിട്ടിയിട്ടുണ്ട്. ഒന്നിൽ ചന്ദനം, ഒന്നിൽ വയമ്പാണേ. ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ടാണോ കാണുന്നത്, കേട്ടിട്ടേ ഉള്ളൂ വയമ്പെന്ന്. അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു നവരാത്രി പൂജ കഴിയുന്നവരെ നമുക്കിത് കിട്ടും കേട്ടോ. അങ്ങനെ നേരെ വീടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിക്കാം. അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് ഗോതമ്പ് ദോശയാണ്. അതിന് കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഫ്ലോപ്പ് ആയി പോയിട്ട് വേറെ നല്ല ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. സോയാബീൻ കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.